നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ച ജനുവരി 2026 സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി, സിറ്റിംഗ് MLA, മുൻ മന്ത്രി, CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ ശ്രീ AC മൊയ്തീനാണ്. ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്കറിയാം, പൊതുവെ ഇടതുപക്ഷം ഊഴത്തിന്റെ നിർബന്ധമാക്കുന്ന, ഒപ്പം തന്നെ പ്രായത്തിന്റെ ഒരു നിബന്ധനയൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ആ സ്വഭാവം പുലർത്തുന്ന ഒരു പാർട്ടിയാണ്. ഇത്തവണ തുടർച്ചയായി 3-ാം തവണ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ചില മണ്ഡലങ്ങളിൽ മാത്രം അത് ഒരു എക്സ്ക്യൂസ് നൽകി അങ്ങനെ ഒരു അതിവിശിഷ്ട സ്വഭാവത്തിലേക്ക് മാറുന്ന മണ്ഡലമായി കുന്നംകുളം മാറുന്നുണ്ട്. എന്താണ് തോന്നുന്നത്? പാർട്ടി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വിജയമാണ് മുഖ്യ ലക്ഷ്യമായിട്ട് കാണുന്നത്. ഒന്നതാണ്. രണ്ട്, മുൻകാലത്തും നിലപാട് സ്വീകരിച്ച് അതിലെ ഇളവുകൾ പ്രത്യേക സ്ഥലത്ത് വേണമെങ്കിൽ പാർട്ടി നൽകിയിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉദാഹരണമായിട്ട് പറയാനുണ്ടാവും. കുന്നംകുളം മണ്ഡലത്തിൽ 2 തവണ മത്സരിച്ച് ജയിച്ചു. സാമാന്യന തരക്കേടില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം ഉണ്ടായി എന്നുള്ളത് കൂടി പാർട്ടി പരിഗണിച്ചിട്ടുണ്ടാവണം. അതുകൂടി ബന്ധപ്പെട്ടാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു റിസ്ക് എടുക്കണ്ട എന്ന് പാർട്ടി കരുതിയിട്ടുണ്ടാകും. ഒപ്പം തന്നെ AC മൊയ്തീന്റെ ഒരു ജനപ്രിയത മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, നടത്തിയ വികസന പ്രവർത്തനം തുടർച്ച ലഭിക്കാം എന്നൊക്കെ ആയിരിക്കും പാർട്ടി കരുതിയിട്ടുണ്ടാവുക. അത് മാത്രമാവില്ല. കാരണം ജനപ്രിയത മാത്രമല്ല, പാർട്ടി സ്ഥാനാർത്ഥികളെ കാൻഡിഡേറ്റിനെ കാണുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള എല്ലാ സാമൂഹ്യ പശ്ചാത്തലം പരിശോധിക്കും. റിസ്ക് എടുക്കണ്ട എന്ന് പറയുന്ന ഒരു ഫാക്ടറല്ല ഇതിൽ പ്രധാനമായിട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത്, പ്രത്യേകിച്ച് CPM-നകത്ത് സ്ഥാനാർത്ഥിയാകാൻ നിരവധി ആളുകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രത്യേകതയുള്ളതാണ് എന്നുള്ള സാഹചര്യം കൂടി പരിഗണിച്ചിട്ടാവും ഇങ്ങനെ ഒരു തീരുമാനത്തിൽ. ചില മണ്ഡലങ്ങളിൽ മാത്രമേ ഇത്ര ഇളവ് കൊടുത്തിട്ടുള്ളൂ. തൊട്ടടുത്ത് മണലൂരിൽ പോലും ആ ഇളവ് നൽകിയിട്ടില്ല. തീർച്ചയായും അതൊരു പാർട്ടിയുടെ ഒരു പ്രസ്റ്റേജിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം. നമുക്ക് ആ വിഷയം വിടാം. കുന്നംകുളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കുന്നോളം വികസനം, തുടർച്ചയായി വികസനം വരണം എന്നൊക്കെ ഒരു മോട്ടോയാണ്, അല്ലെങ്കിൽ ഒരു തലക്കുറി വാചകത്തിൽ ഊന്നിയാണ് LDF-ന്റെ പ്രചരണം. നടത്തിയ ഒരു വികസന പ്രവർത്തികളിൽ ഏറ്റവും ആത്മസംതൃപ്തി നൽകുന്ന എന്തെങ്കിലും പ്രൊജക്ട് ഉണ്ടോ? കഴിഞ്ഞ 10 വർഷങ്ങൾ നടത്തിയ പദ്ധതികളിൽ ശ്രീ AC മൊയ്തീൻ പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട? ഒരുപാട് പ്രൊജക്ടുകളുണ്ട്. ഒന്നല്ല, ഒരുപാട് പ്രൊജക്ടുകൾ. അതിലൊന്ന് കേരളത്തിലെ 3ാമത്തെ സ്പോർട്സ് ഡിവിഷൻ കുന്നംകുളത്ത് ആരംഭിച്ചു എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇനിയും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന നിരവധി പദ്ധതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 2, ടൂറിസം മേഖലയിൽ നമ്മളുടെ ഇടപെടലാണ്. സ്ഥലം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലാണെന്നാണ് കലശമല ഇക്കോ ടൂറിസം സെൻറ്റർ. അവിടെ സ്ഥലലഭ്യത ഇല്ലാതിരുന്നിട്ടും കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പുറമ്പോക്ക് ഭൂമിയും വെച്ചാണ് ചെയ്തത്. ഇപ്പോൾ 12 ഏക്കർ സ്ഥലം അതിനേറ്റെടുത്ത് മനോഹരമായ ഇക്കോ ടൂറിസത്തിൻ്റെയും റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെയും കേന്ദ്രമായിട്ട് അത് വരും. നാളത്തെ കുന്നംകുളത്തിൻ്റെ വികസനത്തിൻ്റെ കേന്ദ്രമായിട്ട് അത് വരും എന്ന് ഞാൻ കാണുന്നത്. മറ്റൊന്ന്, 50 കൊല്ലക്കാലമായി ആവശ്യപ്പെട്ടിരുന്നതാണ് ഇവിടുത്തെ താലൂക്ക് വേണം എന്നുള്ളത്. അത് സാധ്യതമായ പ്രായമായി. അതുമാത്രമല്ല, അതിനാവശ്യമായ എല്ലാ ഓഫീസുകൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ കെട്ടിടവും ഈ 5 വർഷക്കാലം കൊണ്ട് നിർമ്മിക്കാനായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തൊഴിൽ പരിശീലനത്തിൻ്റെ കേന്ദ്രം ഇവിടെ ആരംഭിച്ചു. അതിൻ്റെ ട്രെയിനിങ് പരിപാടികൾ നടക്കുകയാണ്. ജലാശയങ്ങളുടെ നിരവധി നിർമ്മിതികൾ ഇവിടെ നടന്നു. മറ്റ് മേഖലയിലുള്ള സർക്കാർ ഓഫീസുകൾക്കുള്ള സൗകര്യങ്ങളുണ്ടായി. പൊതുഗതാഗത സൗകര്യം, ഇത്ര മെച്ചപ്പെട്ടിട്ടുള്ള പശ്ചാത്തല സൗകര്യ വികസനം ഒരുക്കിയ ഒരു കാലം ഞാൻ MLA ആയതുകൊണ്ടല്ല, കുന്നംകുളത്തെ ആളുകളോട് ചോദിച്ചാൽ അറിയാൻ കഴിയും. അതോടൊപ്പം താലൂക്ക് ആശുപത്രി ഏറ്റവും മികച്ച ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രമായി അത് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങിയിരുന്നു. കിഫ്ബി വന്നപ്പോൾ 96 കോടി രൂപ മുടക്കി 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും ആധുനിക സൗകര്യത്തോടുള്ള ആശുപത്രി തുടങ്ങാൻ കഴിയുന്ന അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണം. നമുക്ക് വളരെ പെട്ടെന്ന് അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാം. അത് കുന്നംകുളത്തിൻ്റെ വികസനത്തിലെ മറക്കാൻ കഴിയാത്ത ഒന്നായിട്ട് ഞാൻ കാണുക. ഇങ്ങനെ എടുത്തു പോയാൽ ഒരുപാട് കാര്യങ്ങൾ. കുന്നംകുളത്തിൻ്റെ നഗര വികസനവുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഇപ്പോൾ ആരംഭിക്കാൻ അല്പം തടസ്സമുണ്ടായി. നമുക്ക് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിലുള്ള പ്രശ്നമാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. 156 കോടി രൂപയാണ് അതിൽ കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. അതുകൂടി വന്നാൽ കുന്നംകുളത്തിൻ്റെ മുഖച്ഛായ മാറുന്ന വ്യാപാര കേന്ദ്രത്തിലെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന ഒന്നായിട്ട് അത് മാറും. ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ, കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ്, നാറ്റ്പാക്കിനെ കൊണ്ട് പഠനം നടത്തിയിട്ടാണ് കുന്നംകുളത്തിൻ്റെ വികസന പദ്ധതി, റോഡ് വികസനത്തിന്, റിംഗ് റോഡ് പദ്ധതിക്കും ജംഗ്ഷൻ വികസനത്തിനും ഒക്കെയുള്ള പദ്ധതികൾ നമ്മൾ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ്. 56 കോടി രൂപ റോഡിൻ്റെ നിർമ്മാണത്തിന് വന്നു. പുതിയ സാങ്കേതിക വിദ്യയാണ്. അതോടൊപ്പം 10 കോടിയിൽ പരം രൂപ അവിടുത്തെ ഭൂമിയുടെ വില കൊടുക്കാൻ ഇപ്പോൾ LA തഹസിൽദാർക്ക് ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയാണ് ഇന്ന് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി. അങ്ങനെ ഓരോ പഞ്ചായത്തിലെടുത്ത് നോക്കിയ ഓരോ പദ്ധതികളുണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ പദ്ധതികളുണ്ട്. ഇപ്പോൾ കരിച്ചാൽ കടവിലെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. കൃഷിക്കും
അതുപോലെ തന്നെ ഗുരുവായൂർ മണ്ഡലത്തിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് കരിച്ചാൽക്കടവ്. ചെറുവള്ളിക്കടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടക്കുകയാണ്. ആലുക്കൽ പാലത്തിൻ്റെ, എരുമപ്പെട്ടി പഞ്ചായത്തിൽ ആലുക്കൽ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അതിനപ്പുറത്ത് വടക്കാഞ്ചേരി പുഴയിൽ മുട്ടിക്കൽ ആറ്റത്തറ റെഗുലേറ്റർ കം ബ്രിഡ്ജ് കിഫ്ബിയിൽ നിന്ന് 5.5 കോടി രൂപ മുടക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. ഇങ്ങനെ ഏത് പഞ്ചായത്തിൽ ഏത് വാർഡിലെടുത്താലും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പഞ്ചായത്തിൻ്റെയും ജനങ്ങളുടെയും ആവശ്യമനുസരിച്ച് നിർവഹിക്കാൻ ആയിട്ടുണ്ട് എന്നുള്ള സംതൃപ്തിയാണ്. ഒന്നിലല്ല, ഒരുപാട് മേഖലയിൽ കൃഷി, വ്യവസായം, ആരോഗ്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കെട്ടിടമില്ലാത്ത ഒരൊറ്റ സ്കൂൾ പോലും ഗവൺമെൻറ് സ്കൂളുകളുടെ ഇല്ല. എല്ലാ സ്കൂളുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ, കമ്പ്യൂട്ടർ ലാബ് ഒരുക്കാൻ, സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കാൻ ഈ 5 വർഷവും അതിനു മുമ്പുള്ള 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് സംതൃപ്തി നൽകുന്നതാണ്. ഈ തുടർ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിഷൻ കുന്നംകുളം ഒക്കെ മാനിഫെസ്റ്റോ സംബന്ധിച്ചുണ്ടായിരുന്നു. തുടർ വികസന പ്രവർത്തനങ്ങളിൽ ഈ MLA ആയി വരികയാണെങ്കിൽ അല്ലെങ്കിൽ പ്രചരണം ലഭിക്കുകയാണെങ്കിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ? ഒന്ന്, കുന്നംകുളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് ഇനി കുന്നംകുളത്ത് വ്യവസായങ്ങളുണ്ട്, പക്ഷേ സ്വകാര്യ മേഖലയിൽ ചെറിയ ചെറിയ സംരംഭങ്ങളുണ്ട്. അവയ്ക്കൊക്കെ അർഹമായൊരു പരിഗണന ഇവിടുത്തെ ഒരു പശ്ചാത്തലം വെച്ച് നൽകാൻ കഴിയാത്ത ഭൂമിയുടെ ലഭ്യത ഒരു പ്രശ്നമാണ്. പെരുമപ്പെട്ടിയിൽ നമ്മളൊരു പഞ്ചായത്ത് തന്ന 10 ഏക്കറിൽ ഒരു പാർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അവസാന ഘട്ടത്തിലാണ്. കുന്നംകുളത്തും പരിസര പ്രദേശത്തുമായി സ്ഥലം ലഭ്യമാക്കി ചെറുകിട സംരംഭകർക്ക് സംരംഭം തുടങ്ങാനുള്ള സ്ഥലം, ഒരു വ്യവസായ പാർക്ക് എന്ന് വരുമ്പോൾ മറ്റ് നിയമങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവിടെ വ്യവസായികൾക്ക്, നിക്ഷേപകർക്ക് വരാൻ കഴിയുന്നതാണ്. ആ വ്യവസായ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുന്ന 2 or 3 സ്ഥലങ്ങളിൽ വ്യവസായ പാർക്ക് ആരംഭിക്കണം എന്നുള്ളതാണ് കാണുന്നത്. മറ്റൊന്ന്, കാർഷിക മേഖലയിലുള്ള ഉൽപ്പാദനത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കലാണ്. നമ്മുടെ ഇവിടെ അടയ്ക്കയുണ്ട്, നാളികേരമുണ്ട്, നെല്ലുണ്ട്. പൊന്നാനി കോളിൻ്റെ വികസന ചരിത്രത്തിൽ ഒരുപാട് മാറ്റം വന്നതാണ് കഴിഞ്ഞ 10 വർഷക്കാലം. എന്ന് വെച്ചാൽ ആരും നോക്കാതെ തൃശ്ശൂർ കോളിന് മാത്രമാണ് ഏതെങ്കിലും സർക്കാർ പരിഗണന. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി പൊന്നാനി കോളിന് നല്ല പരിഗണന ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷി അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ബ്രാൻഡിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ കഴിയും. അത് സഹകരണ മേഖലയുമായിട്ട് കൂടി ആലോചിച്ച് ചെയ്യണം. കാർഷിക മേഖലയിലെ മറ്റു ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കുടുംബശ്രീ പോലുള്ളവ, സ്വകാര്യ സംരംഭക, ഇവരെയൊക്കെ പ്രയോജനപ്പെടുത്തി സർക്കാരിൻ്റെ സഹായത്തോടുകൂടി സംരംഭത്തിനും വ്യവസായത്തിനും അതിൻ്റെ ഭാഗമായി കുന്നംകുളത്തിൻ്റെ കച്ചവട പാരമ്പര്യത്തിനും അടങ്ങുന്ന പുതിയ പദ്ധതികൾ വരണം എന്നാണ് അതിൻ്റെ ഊന്നൽ അതിലുള്ളത്. അതിൽ വിദ്യാഭ്യാസത്തിൻ്റെ സ്കില്ലുണ്ട്. അതിൽ ഇത്തരം കാര്യത്തിന് പരിശീലനം കൊടുക്കാൻ നമുക്ക് അസാപ്പുണ്ട്. ഈ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരെ ഒന്ന്, സ്ഥലലഭ്യത; 2, ഒരാശയം വന്നാൽ അത് നടപ്പിലാക്കാൻ കഴിയുന്ന പിന്തുണ. ആ പിന്തുണയോടൊപ്പം ബാങ്ക് ലോൺ വേണമെങ്കിൽ, സർക്കാരിൻ്റെ സബ്സിഡി വേണമെങ്കിൽ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാൻ കഴിയുന്ന ഒരു നിലപാടുണ്ടാകണം എന്നാണ് കണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, കുന്നംകുളത്ത് ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിലെ ഏറ്റവും മികച്ച കേരളത്തിലെ മുനിസിപ്പാലിറ്റി കുന്നംകുളം മുനിസിപ്പാലിറ്റിയാണ്. ഇപ്പോൾ അവസാനം അവിടെ 946 മുമ്പ് നിക്ഷേപിച്ച മാലിന്യങ്ങൾ ഇപ്പോൾ നീക്കം ചെയ്ത് 2 ഏക്കറോളെങ്കിലും സ്ഥലമെങ്കിലും നമുക്ക് അവിടെ ലഭ്യമാകും. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഇനി അവിടെ ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ കൂടെ ഇപ്പം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം മലിനജലത്തിൻ്റെതാണ്. മാലിന്യ സംസ്കരണം, അത് മത്സ്യ മാർക്കറ്റിൻ്റെ പ്രശ്നം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക്. അത് ബാക്കി നിൽക്കുന്നത് 4.5 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. തീരദേശ വികസന കോർപ്പറേഷനാണ് കുന്നംകുളം മത്സ്യ മാർക്കറ്റിൻ്റെ പണി ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ അത് PPP മോഡലിൽ മുമ്പ് നിശ്ചയിച്ച് ഹൈക്കോടതിയിൽ കേസായി. ആ പ്രശ്നം തീർക്കാനായിട്ടില്ല. ഇപ്പോൾ അവരുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ച മുനിസിപ്പാലിറ്റി നടത്തുന്നുണ്ട്. അവർക്ക് വന്ന ചെലവിൻ്റെ വാലുവേഷൻ നിശ്ചയിച്ച് അത് ഒന്ന് പരസ്പരം ചർച്ച ചെയ്ത് വില നിശ്ചയിച്ച് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പണി അവിടെ ആരംഭിക്കാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്ന കുന്നംകുളം മുനിസിപ്പാലിറ്റി പരിസര പ്രദേശത്ത് ഉൾപ്പെടെ അതിൻ്റെ വികസനത്തിന് വേണ്ടി പണമെടുക്കാൻ ഈ വർഷത്തെ ബഡ്ജറ്റിൽ പണം കൂടി വെച്ചിട്ടുണ്ട്. സർക്കാർ കൂടി ഇടപെട്ട് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റും അതിനോടൊപ്പം ഈ ദ്രവമാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതി കുന്നംകുളത്ത് അനിവാര്യമാണ്. അതിൻ്റെ പദ്ധതി തുടങ്ങാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ വികസന പ്രവർത്തനം നടക്കുമ്പോഴും ചില വിമർശനങ്ങളൊക്കെ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ സബ് ട്രഷറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം നടത്തിയെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. പിറ്റേ ദിവസം BJP സമരം നടത്തിയിരുന്നു. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്ന് പറഞ്ഞു. ആ ദിവസം തന്നെ പല ഇടപാടുകാരും വരികയും മടങ്ങി പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു അനാവശ്യ ധൃതി ഉണ്ടായിട്ടുണ്ട് ഉദ്ഘാടനത്തിൽ? ഒരിക്കലും ഇല്ല. സംസ്ഥാന ഗവൺമെൻറ് തിരുവനന്തപുരത്ത് നിന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ഇത്തരം കെട്ടിടങ്ങളുടെ 16 മറ്റോ ട്രഷറി കെട്ടിടങ്ങളുടെ പണി നിർവഹിച്ച് പൂർത്തീകരിച്ചു. അവിടെ നടക്കുന്ന വർക്ക് എന്താ? ഇനി ഇലക്ട്രോണിക്സ് വർക്കുകൾ, അത് സീറ്റ് അറേഞ്ച് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. പലരും ഇതിനു മുമ്പ് ഒരു കല്ലിട്ടിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് UDFൻ്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്തു പോയത് നിരവധി ഞാൻ കാണിച്ചു തരാം. ഇത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് അടിസ്ഥാനപരമായ, അത് ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ
തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതിൻ്റെ ഭാഗമായി ഇനി ബാക്കി അതിൻ്റെ ഇലക്ട്രോണിക്സ് വർക്കുകളും മറ്റു കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒക്കെ ഇപ്പോൾ ഡിജിറ്റലായല്ലോ, പേയ്മെൻറ്റും മറ്റുമൊക്കെ. അതിനുള്ള സൗകര്യങ്ങൾ അതിൻ്റെ പ്രത്യേക സെറ്റ് വന്ന് അതിൻ്റെ പണി നിർവഹിക്കണം. ആ പണിയാണ് അതിൽ ബാക്കിയുള്ളത്. അത് നിർവഹിച്ചു തരും. ഈ നടന്ന വർക്കുകളിൽ ഏതെങ്കിലും ഒരു പണി നിർമ്മാണം പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം ഇവിടെ ചെയ്തിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ആദ്യഘട്ടം വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആശുപത്രി ഉദ്ഘാടനം ചെയ്യാമായിരുന്നില്ലേ? ചെയ്തില്ല. ചെയ്യാതിരുന്നതിന് കാരണമുണ്ട്. അത് പൂർത്തിയായി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ സ്വീകരിച്ചിട്ടില്ല. MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഈ കണ്ട വികസന പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണതയിലാണ് നമ്മൾ നിർവഹിച്ചത്. BJP രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ട് തള്ളിക്കളയാം. തീർച്ചയായും BJP ഈ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലാണ് വികസനോന്മുഖമായൊരു നയം BJP കുന്നംകുളത്തും കേരളത്തിലും സ്വീകരിച്ചിട്ടുള്ളത്? സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആവശ്യപ്പെട്ട ഏതെങ്കിലുമൊക്കെ തന്നോ? അതിന് പറയുന്ന BJPയുടെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സീറ്റ് താന്നാണ്. അങ്ങനെയാണോ കേരളത്തിലെ ജനങ്ങളെ കാണേണ്ടത്? 3.5 കോടി മലയാളികളുള്ളത് ഇന്ത്യ യൂണിയന്റെ ഭാഗമല്ലേ? അത്തരം ഒരു സംസ്ഥാനത്തെ പ്രകൃതിക്ഷോഭത്തിന്റെ കാലത്ത് പോലും സഹായിച്ചില്ലല്ലോ. ഇപ്പോൾ വയനാട് ദുരന്തം എന്താ ചെയ്തത്? വിഴിഞ്ഞത്തിന്റെ പദ്ധതി നടക്കുന്നു, ഗ്യാപ് ഫണ്ട് വായ്പയായിട്ടാണ് നൽകിയത്. എയിംസ് വേണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങളോട് ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിയും BJP നേതാക്കളും ഈ കേരളത്തിലെ ജനങ്ങളോടൊപ്പമാണോ? അവര് തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുറെ കാര്യങ്ങൾ കോൺഗ്രസുമായി കൂടിച്ചേർന്ന് സഖ്യകക്ഷികളെ പോലെ ചില രാഷ്ട്രീയമായി ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കുന്നംകുളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എതിർക്കാൻ അവർക്കൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിനു മുമ്പ് അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമരം 10 കൊല്ലം ഉണ്ടായിരുന്നില്ല. പുകമറ സൃഷ്ടിക്കലാണ്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് വളരെ നല്ല രീതിയിലുള്ള റോഡ് പൂർത്തിയായി. അപ്പോൾ തന്നെ പന്നിത്തടത്ത് ഉണ്ടാകുന്ന അശാസ്ത്രീയത, അപകടങ്ങൾ, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എത്രമാത്രം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇപ്പൊ അപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ. സിഗ്നൽ അവിടെ വന്നിട്ടുണ്ട്. മറ്റിങ്ങനെയുള്ള ജംഗ്ഷനുകളിലൊക്കെ ഒരു പഠനം നടത്തി ആവശ്യമായ സിഗ്നൽ സംവിധാനം ഉണ്ടാക്കി മുന്നറിയിപ്പ് നൽകി ഇതിനുള്ളൊക്കെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വരുന്നത് അവിടെ എന്താണെന്ന് വെച്ചാൽ പുലർച്ചെ ഉണ്ടാകുന്ന ആ സമയത്ത് സിഗ്നൽ ലൈറ്റ് ഇല്ല, ആ ബ്ലിങ്കി ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നം കെൽട്രോണുമായി സംസാരിച്ചിട്ട് രാവിലേക്കുള്ള സമയത്തേക്ക് കൂടി ഇത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതാണെന്നുള്ളത് കൊണ്ടുള്ള പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോയ കേച്ചേരി ജംഗ്ഷനിലെ ഡെവലപ്മെന്റിന് ഇപ്പോൾ 112 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കാനാണ്, റോഡ് നിർമ്മാണത്തിനും കൂടി. അപ്പോൾ അതുകൂടി വരുമ്പോൾ ഈ കുന്നംകുളം നഗരത്തിന് ഒഴിവാക്കി കുന്നംകുളം നഗരത്തിന്റെ കൂടി വികസനത്തിന് സഹായകരമായ രീതിയിൽ ഒരു ബൈപ്പാസും അവിടെ നിക്ഷേപങ്ങളും വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കുന്നംകുളം നഗരത്തിന്റെ ഒരു ഗതാഗതക്കുരുക്ക് ഇപ്പോഴും ഉണ്ട്. റിംഗ് റോഡിന്റെ പ്രവർത്തനം വരുമ്പോൾ ഏറെപ്പോലെ ശരിയായിരിക്കും. അപ്പം തന്നെ പാർക്കിങ്ങിന്റെ സൗകര്യക്കുറവുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് MLA വിഷൻ എന്താ ഈ പ്രശ്നം? കുന്നംകുളത്തെ നിരവധി ചർച്ച നടന്നതാണ്. കിഫ്ബി പണം അനുവദിക്കുകയും ചെയ്തു. റോഡ് നിർമ്മാണത്തിന്റെ ടെൻഡറും കഴിഞ്ഞതാണ്, ജംഗ്ഷൻ വികസനത്തിന്റെ. പക്ഷേ അതിനിടയ്ക്ക് ഈ കുറ്റിപ്പുറം തൃശ്ശൂർ റോഡിന്റെ ഭാഗമായിട്ടുള്ള ഈ ജർമ്മൻ ബാങ്കിന്റെ സഹായത്തോടെയുള്ള പദ്ധതി വന്നു. ആ റോഡ് കുറച്ചു കാലം ഇത്തിരി മോശമായ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ നല്ല റോഡായി ഗതാഗത യോഗ്യമായിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിന് തടസ്സം വന്നു. ഭൂമി ഏറ്റെടുക്കലിന് താമസം വന്നതാണ് അതിൻ്റെ പ്രശ്നം. ആ പ്രദേശത്തിൻ്റെ വികസനത്തിനും റിംഗ് റോഡിനും മാത്രം, അതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബൈപ്പാസായി പാറയമ്പാടം വരെ എത്തുന്ന ഒരു ബൈപ്പാസിനും കൂടി 162 കോടി രൂപയുടെ പദ്ധതിയാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കൽ നടപടി അവസാന ഘട്ടത്തിലാണ്. പട്ടാമ്പി റോഡും അതുപോലെ തന്നെ വടക്കാഞ്ചേരി റോഡും തൃശ്ശൂർ റോഡും ഗുരുവായൂർ റോഡും ഈ റോഡുകൾ 18 മീറ്റർ ആക്കുകയും ജംഗ്ഷൻ 35 മീറ്റർ ഡയാമീറ്ററിൽ ആ ജംഗ്ഷൻ വികസിപ്പിക്കുക എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബസ് സ്റ്റാൻഡിലേക്ക് ഒരു വഴിയുണ്ട് 12 മീറ്ററിൽ. സ്വാഭാവികമായിട്ട് ആ പ്രശ്നം തീരും. മറ്റെല്ലാ സ്ഥലത്തും കുന്നംകുളം ടച്ച് ചെയ്യാതെ പോകാൻ കഴിയുന്ന ബൈപ്പാസുകൾ പോലെയുള്ള റോഡുകളുണ്ട്. ഒന്നാക്കിക്കാവാണ്, പാറയമ്പാടുന്ന് ചൊവ്വന്നൂർ പോകാനുള്ള റോഡുണ്ട്, അവിടെ നിന്ന് ഗുഹ വഴി പോകാനുള്ള റോഡുണ്ട്, കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ അക്കിക്കാവുന്ന എരുമപ്പെട്ടി ചെന്നിറങ്ങാവുന്ന റോഡുണ്ട്. BMBC നിലവാരത്തിലാണ് കിഫ്ബി വഴി. അതൊക്കെ ഈ നാറ്റ്പാക്കിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു റോഡ് ചെയ്തതല്ല. ഈ കുന്നംകുളത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഇവിടെ ആവശ്യമില്ലാത്ത വണ്ടികൾ ഇവിടെ വരേണ്ടതില്ലല്ലോ, സമാന്തരമായി പോകാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകണം എന്നുള്ള ഗൗരവത്തോടു കൂടിയുള്ള പഠനത്തെ തുടർന്നാണ് കുന്നംകുളത്തിൻ്റെ ഈ പ്രശ്നം എടുത്തിട്ടുള്ളത്. ആ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുമ്പോൾ ഇവിടെ ചില കച്ചവടക്കാർക്ക് അവരുടെ സ്ഥലം നഷ്ടപ്പെടുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പുനരധിവാസത്തിന് വേണ്ടിയുള്ള കിട്ടണം. നമ്മുടെ പാറയിലങ്ങാടിയിൽ മുനിസിപ്പാലിറ്റിയുടെ 42 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു, അത് തന്നിട്ടുണ്ട്. അതിൻ്റെ 5.39 കോടി രൂപയുടെ TS കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് അത് പുനരധിവാസമാവും, മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാനമാവും. ആ രീതിയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവായി കച്ചവടത്തിന് സൗകര്യം ഉണ്ടാവും. കുന്നംകുളം അങ്ങാടി ഒരു പഴയ അങ്ങാടിയാണ്. അതിൻ്റെ
നിർമ്മാണ പ്രവർത്തനങ്ങളും പഴയ കാലത്താണ്. പാർക്കിംഗ് സൗകര്യമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. പാർക്കിംഗ് സൗകര്യത്തിന് ഒരു സ്ഥലം കണ്ടെത്തണം. അത് കുന്നംകുളം മുനിസിപ്പാലിറ്റി തവണ നമ്മൾ അവരുടെ ബഡ്ജറ്റിൽ പണം വെച്ചിട്ടുള്ളത് സ്ഥലമെടുപ്പിന് സ്ഥലം ഇത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ മാലിന്യ സംസ്കരണത്തിന് പറഞ്ഞു, രണ്ട് ഈ പാർക്കിംഗ് വേണ്ടിയുള്ള സൗകര്യം. ഇനി വരുന്ന കെട്ടിടങ്ങളിൽ വളരെ കർശനമായിട്ട് അത് നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ എന്നാലും വലിയ തോതിൽ വാഹനപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ പാർക്കിങ്ങിന് വേണ്ടി ഒരു പൊതുസ്ഥലം ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടും നമ്മൾ മുനിസിപ്പാലിറ്റി അവരുടെ സ്ഥലത്ത് പ്രയോജനപ്പെടുത്തിച്ച് ഈ സർക്കാരിന്റെ പിന്തുണയുണ്ടാവും. നഗരകേന്ദ്രത്തിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം, പല വഴിക്ക് പല വാഹനങ്ങൾ പോകുമ്പോൾ ടൗണിൽ തിരക്ക് ഒഴുകിയും കച്ചവടത്തെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അല്ലല്ലോ, കച്ചവടത്തിന് വേണ്ടി വരുന്ന ആളുകൾ കച്ചവട കേന്ദ്രത്തിലേക്ക് വരും. ഇപ്പൊ ഞാൻ പറയുന്നത് കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരു ടാങ്കർ ലോറി ഇതിലെ വരേണ്ട കാര്യമില്ലല്ലോ. കണ്ടെയ്നർ ലോറി കുന്നംകുളമായിട്ട് ഒരു ബന്ധമില്ല, ഇവിടെ വരേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് നേരെ ബസ് മറ്റു വാഹനങ്ങളൊക്കെ, കണ്ടെയ്നർ ലോറി ഇവിടെ ഇറക്കാൻ വരുന്ന ലോറിക്ക് വരുന്നതിന് ഒരു തടസ്സം ഉണ്ടാവില്ലല്ലോ. നേരെ മറിച്ച് അത്തരം വാഹനങ്ങൾ നേരെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റി എറണാകുളത്തേക്ക് പോകുന്നു, അല്ല എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നു. കുന്നംകുളത്ത് വന്നുകൊണ്ട് നമുക്ക് എന്താ പ്രത്യേക കച്ചവടം അതുകൊണ്ട് ഉണ്ടാവുക? ഇവിടെ ഒരു ബൈക്ക് വെക്കാനുള്ള സൗകര്യം അത്തരം വാഹനങ്ങൾ വരുമ്പോൾ ഇല്ലാതെയാവുന്നത് കച്ചവടത്തില്ലാതെയാക്കും. അപ്പോൾ തിരക്കൊഴിവാക്കുക എന്ന് പറയുമ്പോൾ കസ്റ്റമർമാർക്ക് വരാൻ ശ്വാസം മുട്ടാതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സൗകര്യത്തിലേക്ക് പോവുകയാണ്. കച്ചവടക്കാർക്ക് കൂടുതൽ സൗകര്യം ഉണ്ടായും കുന്നംകുളത്തിൻ്റെ കച്ചവടത്തിൻ്റെ ഒരു ആധികാരികതയുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഏത് സ്ഥലത്ത് ചെന്നാലും സ്റ്റേഷനറി വ്യാപാരികൾ മറ്റതും അതിന് സൗകര്യപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇതിലുണ്ടാവുക. വ്യാപാരികളെ വിളിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന 2 കളക്ടർമാർ ആ ചർച്ചയിലുണ്ടായിരുന്നു. വ്യാപാരി സംഘടനാ പ്രതിനിധികളുണ്ട്. സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യും. ഇപ്പൊ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് ഈ ജില്ലക്കാരനല്ല, മറ്റൊരു ജില്ലയിൽ നിന്ന് ലാസ്റ്റ് ടൈം എൻട്രി അല്ലെങ്കിൽ സർപ്രൈസ് എൻട്രി ആയിട്ട് വന്ന ഒരാളാണ്. MLA ആണെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം കുന്നംകുളം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. തീർച്ചയായും ഒരു കോമ്പറ്റീഷൻ ഈസി ആകുന്ന സാഹചര്യം ഉണ്ടെന്ന് ഇപ്പൊ കരുതുന്നുണ്ട്. ഞാനൊന്ന് ഒരു കാര്യം, സ്ഥാനാർത്ഥി മറ്റൊരു ജില്ലക്കാരനായതിൽ ഞാൻ എന്തെങ്കിലും അപാകതം കാണുന്നില്ല. കാരണം അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ തീരുമാനമാണ് അവരുടെ സ്ഥാനാർത്ഥി എവിടെ നിന്നാകണം എന്നുള്ളത്. സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കാനും ഞാനില്ല. എന്നെ വിലയിരുത്തേണ്ടത് ഈ 10 വർഷക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കുന്നംകുളത്ത് പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ അപ്പുറത്തും ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി 2 തുടർച്ചയുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്താണെങ്കിൽ തീർച്ചയായും കുന്നംകുളത്ത് ഇത് ചെയ്തയാൾക്കാണ് പിന്തുണ ഉണ്ടാകുന്നതെങ്കിൽ ഒരു സംശയമില്ലല്ലോ, നാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെയുമാണ് എന്ന് ഒരു സാമാന്യ ലോജിക്കാണ്. അത് കുന്നംകുളത്തുകാർ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ആണ് തെരഞ്ഞെടുപ്പ് ഉറക്കിന്റെ ഭാഗമായി പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും കുന്നംകുളത്ത് BJP താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അവരുടെ വോട്ട് ബേസ് അവർ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട്. നമുക്കറിയാം, കുന്നംകുളം നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളുണ്ട്. കുന്നംകുളത്ത് മുഖ്യ പ്രതിപക്ഷമായിരുന്നു, മുഖ്യ പ്രതിപക്ഷമല്ല. ഇപ്പൊ ഇത്തവണ BDJസിന് സീറ്റ് നൽകിയിരിക്കുകയാണ്. ഈ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി 2020ക്കും BDJസിനും സീറ്റ് നൽകിയത് ഒരു CPM BJP ഡീലാണ്, CJP ഡീലാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു വോട്ട് കച്ചവടം നടക്കും. ഇന്ന് പോലും പ്രതിപക്ഷ നേതാവ് ചില മണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ CJP, പാലക്കാടൊക്കെ പറഞ്ഞ പോലെ CPM BJP ഡീല് BDJസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അങ്ങനെ കാണുന്നത്. ഞാൻ ആ വിഷയത്തിന് കേരള പശ്ചാത്തലത്തിൽ പരിശോധിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആരാണ് BJPയിലേക്ക് സ്വന്തം കുടുംബത്തിന് ആളുകളെ സംഭാവന ചെയ്തിട്ടുള്ളത്? സതീശന്റെ പാർട്ടിയല്ലേ? എന്നിട്ടാണ് ഈ ഡീലിനെ കുറിച്ച് പറയുന്നത്. കേരളത്തിൽ ശ്രീമാൻ കരുണാകരന്റെ കാലം മുതൽ BJPയുമായിട്ട് രഹസ്യമായും പരസ്യമായും ബന്ധം ഉണ്ടാക്കിയിട്ടുള്ളതാരാ? ഇപ്പോ BJPയുമായി സഹകരിച്ച് സമരം ചെയ്യുന്നതാരാ? പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അദ്ദേഹം ഗുരുജി ഗോൾവാൾക്കറുടെ ദിനത്തിന് പോയി നമസ്കരിച്ചത് നമ്മൾ ചിത്രങ്ങളിൽ കണ്ടതാണ്. എന്തിനാ അതിൽ പോണത്? പോകാതിരിക്കാമല്ലോ. ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇരിഞ്ഞാലക്കുട MLA പോയതൊന്നും പറയണത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഇത് പ്രതിപക്ഷ നേതാവല്ലേ, കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളിൽ പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളല്ലേ അദ്ദേഹം. ഒരു തവണയല്ല 2 തവണ പോയി. ഞാൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞാരാ? മുൻ KPCC പ്രസിഡന്റാണ്. വേണ്ടി വന്നാൽ ഞാൻ പോകുമെന്ന് പറയണത് ആരാ? അപ്പൊ ഇത്തരം പശ്ചാത്തലം ഞങ്ങൾക്ക് ചേരണതല്ല. ആ തൊപ്പി സതീശനും സതീശന്റെ പാർട്ടിക്കും ചേരുന്നതാണ്. BJPയുമായി ധാരണയുണ്ടാക്കുകയും പലയിടത്തും ഇടതുപക്ഷത്തിനോട് 10 വർഷക്കാലമായി ഭരണം ഇല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളെ എതിർക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുചേരും എന്നുള്ള രീതിയിൽ വർഗീയവാദികളെ കൂട്ടുപിടിച്ചതിൻ്റെ സമീപകാല ഉദാഹരണങ്ങളെന്നോ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് ഭൂരിപക്ഷത്തിൻ്റെതായാലും ന്യൂനപക്ഷത്തിൻ്റെതായാലും വർഗീയ സംഘടനകളെ ചേർത്ത് പിടിച്ച്
10 വർഷക്കാലം അധികാരത്തിൽ നിന്ന് പുറത്തിരുന്ന് ഇനി വീണ്ടും പുറത്തിരിക്കേണ്ടി വന്നാൽ ഈ പാർട്ടി ഉണ്ടാവില്ല, പലതും ബി ജെ പിയിലാകും എന്നുള്ളതിൻ്റെ ഭീതി സതീശനുണ്ടാവും. അത് സതീശൻ്റെ പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിൻ്റെയും നിലപാടിൻ്റെ സൃഷ്ടിയാണ്. ഇവിടെ കുന്നംകുളത്തൊരു ഡീലുമില്ല. കുന്നംകുളത്ത് ഡീൽ അവരുമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുന്നംകുളത്ത് എൽ ഡി എഫുമായിട്ട് ഏത് കാലത്താണ് ഡീൽ ഉണ്ടായിട്ടുള്ളത്? ഡീൽ എന്നുള്ള വാക്ക് തന്നെ ഞങ്ങളുടെ നിഘണ്ടുവിലുള്ളതല്ലോ. ഇവിടെ അങ്ങനെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് അത് ആരാണ് ക്യാഷ് ചെയ്യാൻ പോണത് എന്ന് കാലം തെളിയിക്കട്ടെ. അവിടെ ഞാനൊരു വർഗീയവാദികളുടെയും വർഗീയ സംഘടനകളുടെയും പുറകെ പോയിട്ടില്ല. എനിക്ക് ഇവിടുത്തെ എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി ഇന്ന പിന്തുണ ഞാൻ സാധാരണ വോട്ടർമാരോട് സമീപിക്കുന്ന പോലെ എല്ലാവരും സമീപിക്കുന്നല്ലാതെ അത്തരമൊരു സമീപനം അല്ലാതെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു തത്വാധിഷ്ഠിതമായ മതനിരപേക്ഷ നിലപാടിൽ നിന്നാണ് വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഞാൻ പെരുമാറിയിട്ടുള്ളത്. ഇവിടെ ആരാവും അങ്ങനെ ഒരു ഡീല് നടത്തുക എന്നുള്ളത് കുന്നംകുളത്തെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതിനുള്ള ചില സൂചനകൾ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ തുടങ്ങിയിട്ടുണ്ട്. ബി ജെ പി ഇവിടെ ഓഫീസ് തുടങ്ങിയിട്ട് പിന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ലല്ലോ. അവരല്ലേ സീറ്റ് കൊടുത്തത്, അത് ഞങ്ങളുടെ പെടലിക്ക് വെക്കണമെന്ന്. അതൊക്കെ വി ഡി സതീശൻ്റെ തന്നെ പാർട്ടിക്ക് ചേരുന്ന അലങ്കാര പദങ്ങളാണ്. ആ ഡീലൊക്കെ അവിടെ തന്നെയാണ് നടക്കുന്നത്. ഞങ്ങൾ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യു ഡി എഫിന്റെ പ്രചരണം തുടങ്ങിയ ഘട്ടത്തിൽ അവരുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് വിശ്വസിക്കാം, കൂടെ നിർത്താം. ഒപ്പത്ത് നിൽക്കുന്ന ആൾ വിശ്വസിക്കാൻ സാധിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങൾ നമുക്കറിയാം. കരുവന്നൂരിൽ ഇ ഡി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. വലിയൊരു അഗ്നി പരീക്ഷയിലൂടെ ശ്രീ എസ് സി മൊയ്തീൻ കടന്നുപോയൊരു സാഹചര്യം ഉണ്ട്. ഞാൻ ഓർക്കുന്നത് നമ്മുടെ സംസ്ഥാന കായികമേള നടക്കുന്ന സമയത്ത് അതിന്റെ വലിയൊരു കോലാഹലം നടക്കുന്ന സമയം ഞങ്ങൾക്കാണ് ആദ്യത്തെ ഒരു ബൈറ്റ് അന്ന് തന്നത്. മറ്റൊരു ചോദ്യം ചോദിക്കാനുണ്ട്, ആ സമയത്ത് ചോദിക്കാം. അപ്പോൾ ഈ തീർച്ചയായും കരുവന്നൂർ വിഷയം എപ്പോഴും രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. തീർച്ചയായും ഒളിഞ്ഞു തെളിഞ്ഞ് അത്ര ആരോപണങ്ങൾ ഉന്നയിക്കും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് എ സി മൊയ്തീൻ അത്തരം വിഷയങ്ങളെ നെഞ്ചുറപ്പോടെ നേരിടുന്നത്? കരുവന്നൂർ ബാങ്കിലുണ്ടായ പ്രശ്നം ഞങ്ങൾ ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. അവിടുത്തെ ഭരണസമിതിക്ക് ഉണ്ടായ വീഴ്ച, ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായ വീഴ്ച, പാർട്ടി നടപടിയെടുക്കുകയല്ലേ ചെയ്തത്. അതിൻ്റെ പേരിൽ വയനാട് പ്രശ്നമുണ്ടല്ലോ സമാനമായി. കോൺഗ്രസ് എന്താ ചെയ്തത്? ഞങ്ങളൊരു ശരിയായ നിലപാട് സ്വീകരിച്ചു. അവിടെ മനുഷ്യൻ മരിച്ചുപോയി. കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ആത്മഹത്യ ചെയ്തു, കൂട്ടത്തോടെ 2 പേർ ആത്മഹത്യ ചെയ്തു. കരുവന്നൂരിൽ ഞങ്ങൾ ചെയ്തത് സംഭവം അറിഞ്ഞ് അതുമാ ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ കേസെടുത്തു. ഗവൺമെൻറ് ക്രിമിനൽ കേസെടുത്തു. അത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തി ഇ ഡിക്ക് കടന്നു വരാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. അവർ വന്ന് അന്വേഷിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് എന്താ കിട്ടിയത്? എൻ്റെ കയ്യിൽ കടലാസ് ഉണ്ടല്ലോ, ഒന്നും കിട്ടിയില്ല. എൻ്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുള്ളത് ഭാര്യയുടെ പെൻഷനായതിൻ്റെ സംഖ്യയാണ്. ഫ്രീസ് ചെയ്തു. ആ ഫ്രീസ് ചെയ്ത് നിയമപ്രകാരം തെറ്റായിരുന്നു പറഞ്ഞ ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അങ്ങനെയാണ് എനിക്ക് ആ ഫ്രീസ് ഒഴിവാക്കി കിട്ടിയത്. കണ്ടുകെട്ടല്ല ചെയ്തത്. അത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമായി ഇ ഡിയെ പ്രയോജനപ്പെടുത്തുകയാണ്. കാരണം ജില്ലയിലെ CPM-ൻ്റെ അറിയപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രയോജനം ചെയ്യും എന്ന് കണക്കാക്കി ബോധപൂർവമായി ആസൂത്രണം ചെയ്ത ഒന്നാണ് എന്ന് രാജ്യത്തെ ജനങ്ങൾക്കറിയാം. വേട്ടയാടാൻ വേണ്ടി പല ഭാഗത്തുനിന്നും ശ്രമം ഉണ്ടായിട്ടുണ്ട്. ആ വേട്ടയാടലുകൾക്കൊന്നും മുമ്പിൽ ഞാൻ പതുങ്ങിയിരുന്നിട്ടില്ലല്ലോ. ഞാൻ എന്തെങ്കിലും അഴിമതി നടത്തിയെന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ടോ? എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇ ഡി കേസെടുത്തിട്ടുണ്ട്. എൻ്റെ പേരിൽ മാത്രമല്ല, പാർട്ടി നേതാക്കളുടെ പേരിലൊക്കെ കേസെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ കേസില്ലേ? എന്നെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ച ദിവസമാണ് കെ സുധാകരൻ മാവുങ്കൽ ജോൺസന്റെ കേസിൽ ഇ ഡി വിളിച്ചത്. എങ്ങനെയാ അവസാനിപ്പിച്ചത്? ഞാനതൊന്നും ആക്ഷേപമായി ഉന്നയിക്കുകയല്ല. സോണിയാഗാന്ധിയെയും മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടല്ലോ ഇ ഡി കേസ്, നാഷണൽ ഹെറാൾഡ് കേസിൽ. ആ കേസിൽ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ അവിടെ പെശകും ഇവിടെ ഇ ഡി ചെയ്തൊക്കെ ശരിയെന്ന് കോൺഗ്രസ് പറയണത് എന്തുകൊണ്ടാണ്? അപ്പം ഞാൻ പറയണത്, കരുവന്നൂർ കേസിൽ പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്കോ മന്ത്രി എന്നുള്ള നിലയ്ക്കോ ഒരു സാധാരണ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കോ എനിക്ക് യാതൊരു പങ്കുമില്ല. അത് രാജ്യത്തെ ജനത്ത് പകൽ പോലെ വ്യക്തമാണ്. അതിൻ്റെ ഭാഗമായിട്ട് വേട്ടയാടൽ നടന്നത് ശരിയാണ്. അത് മാനസിക പ്രയാസമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഞാനത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ അതിജീവിച്ച് നിൽക്കാൻ എന്നെ കരുത്ത് പകർന്നത് ഈ പാർട്ടി എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ്. തൃശ്ശൂർ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെ പാർട്ടി, കേരളത്തിലെ മുഖ്യമന്ത്രി ശരി കണ്ടെത്തി അതിൻ്റെ കൂടെ നിൽക്കാനും നിർഭയമായി മുന്നോട്ട് പോകാനും പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളാണ്. അതിൻ്റെ വേട്ടയാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നുള്ളത് ചിലർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. പക്ഷേ വസ്തുത പരിശോധിക്കണം, വസ്തുത ജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് കുറ്റപത്രത്തിലേക്ക് പേര് വരുന്ന സാഹചര്യം ഉണ്ടാവും. ബി ജെ പി കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് കുറ്റവിചാരണയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പേരുണ്ട്. ഉണ്ട്. എൻ്റെ മാത്രമല്ല, വേറെയും പാർട്ടി നേതാക്കളുടെ പേരുണ്ട്. പാർട്ടിയെ പ്രതിയാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാർട്ടിയെ പ്രതിയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര പേരുടെ പേര് ഞാൻ പറയണം?
ഞാനതൊന്നും തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിച്ച ഒരാളല്ല. ഈ ചോദ്യം നിങ്ങളുടെ ഇന്റർവ്യൂവിൽ വന്നതുകൊണ്ട് എത്ര പേരുടെ പേര് ഞാൻ പറയണം? കോൺഗ്രസിന്റെ പല നേതാക്കളുടെയും ആക്ഷേപം ഉണ്ടായതൊക്കെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ, ഞാൻ 2 തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ചല്ലോ. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ആക്ഷേപം പറഞ്ഞോ? ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഞാൻ നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയോ? അതിലൊക്കെ എന്നെ ആക്ഷേപിക്കാം. ഈ കാര്യത്തിൽ ഞാൻ ഏതെങ്കിലും ഇനത്തിൽ എന്നെ കുറിച്ചുള്ള ആക്ഷേപം പറഞ്ഞ് ഞാൻ ഏതോ ലോണിന് ശുപാർശ ചെയ്തു എന്നാണ് EDയുടെ CBI കോടതിയിൽ കൊടുത്ത കുറ്റം. ലോണിന് ശുപാർശ ചെയ്യുന്ന ഒരു മഹാപാതകമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എത്ര ആള് പറയുന്നുണ്ട്? അധികാരപ്പെട്ട സ്ഥാനത്തിലിരുന്ന ആളായിരുന്നു AC മൊയ്തീൻ ആ സമയത്ത്. അല്ല, അല്ല, ആ സമയത്തുണ്ടായ കേസല്ലല്ലോ അത്. അല്ല, അങ്ങനെ ആ സമയത്തുണ്ടായ കേസല്ല. ഇത് പാർട്ടിയെ വേട്ടയാടാൻ വേണ്ടി എന്നെ കരുവാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അത് തൃശ്ശൂരിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പും മറ്റൊക്കെയായി ബന്ധപ്പെട്ട് ബോധപൂർവം അതിന്റെ കൂടെ കോൺഗ്രസും ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടെ കൃത്യമായിട്ട് പറയാൻ മുന്നോട്ട് പോകാൻ സാധിക്കും ചെയ്യും. തീർച്ചയായും ഞാൻ അത് ഏതെങ്കിലും രീതിയിൽ ഞാൻ അതിലൊരു അഴിമതി എന്നുള്ളത് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കും. എനിക്കൊരു സംശയമില്ല. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം, ജില്ലാ കായികമേളകൾ, ജില്ലാ കായികമേള സ്വാഭാവികമായിട്ടും നടക്കാറുണ്ട്. സംസ്ഥാന കായികമേള ജില്ലാ കേന്ദ്രങ്ങൾ വിട്ടുകൊണ്ട് നടക്കുന്നത് അപൂർവതയായിരിക്കാം. കുന്നംകുളത്ത് സംസ്ഥാന കായികമേള നടക്കുന്ന സാഹചര്യം ഉണ്ടായി. സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്, ഇപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നീന്തൽക്കുളം വേണം, ഒപ്പം തന്നെ ചുറ്റോറം ഗാലറി വേണം. അത്തരം കാര്യങ്ങളിൽ എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ? ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇനി അവിടെ സൗകര്യങ്ങൾ വേണമെന്നുള്ള, അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പണി നടക്കുകയാണ്. നീന്തൽ കുളത്തിൻ്റെയും സാങ്ഷൻ ആയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നില്ല വെച്ചാൽ നമുക്ക് TS വാങ്ങിച്ച് ടെൻഡർ ചെയ്യാൻ കഴിയുമായിരുന്നു. ഗാലറിയുടെ മുകളിലേക്ക് MLA ഫണ്ടിൽ നിന്ന് ഈ വർഷം ഒരു 1.5 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഗാലറിക്ക് മുകളിൽ പഴയ ഗാലറിയും മോശമായിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പണം നീക്കി വെച്ചിട്ടുണ്ട്. പുറമെ അതിൻ്റെ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ അതിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉടനെ പണി ആരംഭിക്കാൻ കഴിയും. ഫ്ലഡ് ലൈറ്റ് സൗകര്യം 2 കോടി രൂപ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ, കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിലുണ്ട്. അപ്പം രാത്രി കൂടി മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന ഒന്നായിട്ട് മാറും. ഈ സ്പോർട്സിന്റെ ഭാഗമായി കുന്നംകുളത്ത് ഒരുപാട് ആളുകൾ എത്തിപ്പെടുന്നുണ്ട്. 10-12,000 ആളുകളൊക്കെയാണ് ഓരോ കാര്യത്തിനും വരുന്നത്. താമസിക്കാൻ സ്ഥലമില്ല. ഗുരുവായൂർ പോയി താമസിക്കണം. അപ്പൊ അതിന് നിക്ഷേപം വരണം. നമുക്ക് ഒക്കെ സർക്കാരിന് ചെയ്യാൻ കഴിയില്ല. സ്വകാര്യ നിക്ഷേപം, ലോഡ്ജുകൾ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്പോർട്സിന്റെ ഭാഗമായി തന്നെ ഒരുപാട് നിക്ഷേപങ്ങൾ വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഈ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ 5 കോടി രൂപ ശിക്ഷക് സദൻ, സ്കൂളിൻ്റെ സ്ഥലം പഴയ ഓഫീസ് കിടക്കുന്നുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി ചുരുങ്ങിയ ചെലവിൽ താമസിക്കാൻ, അത് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ പറ്റും. അങ്ങനെ 5 കോടി രൂപ ചെലവിൽ ഒരു ശിക്ഷക് സദൻ എന്നുള്ള പേരിൽ ഒരു താമസിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള കെട്ടിടം കൂടി പണിയാൻ പോവുകയാണ്. ഭാവിയിൽ ഓരോ ഘട്ടത്തിലും ഇത് അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുണ്ട്. വലിയ ചെലവ് ഏറിയതാണ്. പരിശീലന ഗ്രൗണ്ട് തൊട്ടപ്പുറത്തുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലമുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഈ 10 വർഷക്കാലത്തിനുള്ളിൽ ചിലത് പൂർത്തീകരിച്ചിട്ടുണ്ട്, ചിലത് നിർമ്മാണ ഘട്ടത്തിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി, സ്പോർട്സിൻ്റെ ഭാഗമായ ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ നാടിൻ്റെ തൊഴിലും വരുമാനവും ഒക്കെ ആയി ബന്ധപ്പെടുത്തി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. വീണ്ടും പൊളിറ്റിക്കൽ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ശബരിമല നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയാകുന്നത് വളരെ സ്ട്രൈക്കിംഗ് പവറുള്ള വിഷയം കൂടിയാണ് ശബരിമല. UDF സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കുന്നംകുളത്ത് എത്തിയ ആദ്യ ദിവസം ആദ്യ നിമിഷങ്ങൾ നൽകിയ പ്രതികരണത്തിൽ ഒരു ക്ഷേത്ര നടയിൽ നിന്ന് പറയുകയാണ്, സ്വർണം കട്ട അല്ലെങ്കിൽ അയ്യപ്പനെ വരെ കക്കുന്ന സാഹചര്യം ഉണ്ടായ അതിന് പിന്നിൽ ഇടതുപക്ഷമാണ്. ഈ വിഷയം സ്വാഭാവികമായും ഇവിടെ ഉന്നയിക്കാൻ എല്ലാ സാഹചര്യമുണ്ട്. ഈ ശബരിമല വിഷയം എങ്ങനെയാണ് പ്രതിരോധിക്കുക? അങ്ങ് CPM സംസ്ഥാന സമിതി അംഗം കൂടിയാണല്ലോ. അതെ, ശബരിമല വിഷയത്തിൽ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് പറഞ്ഞിട്ടുള്ളൂ. കുറ്റക്കാരാരുണ്ടെങ്കിലും കണ്ടെത്തി ശിക്ഷിക്കപ്പെടട്ടെ. ആ നിലപാടല്ലേ ഗവൺമെന്റ് സ്വീകരിച്ചത്? പാർട്ടിയും ആ നിലപാടാണ് സ്വീകരിച്ചത്. ഇവിടെ കുറ്റവാളികളിൽ ഇടതുപക്ഷം മാത്രമാണുള്ളത് എന്നാണോ ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം? അന്വേഷണം ചെന്നെത്തി പ്രതികളാക്കപ്പെട്ടതിൽ കോൺഗ്രസിന്റെ സർവീസ് സംഘടനാ നേതാക്കളില്ലേ? അപ്പോൾ സർക്കാർ സ്വീകരിച്ച, പാർട്ടി സ്വീകരിച്ച നിലപാട് അവിടെ എന്തെങ്കിലും അരുതാത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പിടിക്കണം എന്നുള്ളതാണ്. ഞങ്ങളതിന് ഒളിച്ചു വെക്കണം. ഞങ്ങൾ വിശ്വാസികളുടെ താല്പര്യത്തിനെതിരായിട്ട് എന്തെങ്കിലും നടന്നോ? ഈ കോവിഡ് കാലത്ത് എല്ലാ ക്ഷേത്രങ്ങളും പരാധീനതയിലായപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് അല്ലേ ഇവയൊക്കെ സഹായിച്ചത്? വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനും അവരുടെ ആത്മീയ കാര്യങ്ങളുടെ പോകുന്ന വഴിയിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കാനും ഇത്രയധികം പണം ചെലവഴിച്ച ഒരു ഗവൺമെന്റ് ഈ 10 വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത പോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ വിശ്വാസികളുടെ വിശ്വാസത്തിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതും അവിടുത്തെ ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതും വോട്ടിന് വേണ്ടിയൊന്നുമല്ല. അത് ഹിന്ദു മതത്തിനെ മാത്രമല്ല ഏത് മതത്തിൻ്റെ വിശ്വാസികളുടെ കാര്യത്തിലും ചെയ്യുന്നത്. എന്നാൽ അത് വെച്ച് 10 വോട്ട്
അങ്ങനെ കാണുന്നവരാണ് ഈ വിമർശനം ഉന്നയിക്കുക. ഞങ്ങൾക്ക് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിച്ച് അവരുടെ ആചാരം അനുസരിച്ച് കാര്യങ്ങൾ നടന്നു പോകണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കുറ്റവാളികളെ ആ കാര്യത്തിലും ഒരു പാരഡി ഗാനം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള മോഹമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അതിന് മറുപടി പറയും കേരളത്തിലെ ജനങ്ങൾ. സാമാന്യ ജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് പോകാൻ, പ്രത്യേകിച്ച് പത്മകുമാറിനെതിരേക്ക് നടപടിയെടുക്കാൻ പാർട്ടി അറച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്ന് പബ്ലിക്കിന് തോന്നിയാൽ എങ്ങനെ മറുപടി നൽകാൻ സാധിക്കും? എന്താ, ഒരു കുറ്റവാളിയായ ആള് കുറ്റവാളിയാണെന്ന് തെളിയുന്നവരെ അവർക്കൊരു നീതിയില്ലേ? ആ നീതി വേണ്ടേ? ആ നിലപാടല്ലാണ്ട് പാർട്ടി വേറൊന്നും ചെയ്തിട്ടില്ല. അത്തരമൊരു നിലപാട് സ്വീകരിച്ചു അല്ല രക്ഷിക്കാനോ ജാമ്യം എടുക്കാനോ പാർട്ടിക്കാരെങ്കിലും പോയോ? നടപടി പാർട്ടി അതിൻ്റെ ഭാഗമായിട്ടുള്ള ആവശ്യമായ തെളിവുകൾ പാർട്ടിയുടെ കയ്യിൽ വന്ന നടപടിയെടുക്കാൻ ഒരു മടിയുള്ള പാർട്ടിയല്ല. അത് ഏത് നേതാവിനെ കുറിച്ചായാലും പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ മാത്രമല്ല, മറ്റു കാര്യങ്ങളിലും പാർട്ടി അറച്ചു നിന്നിട്ടുണ്ടോ? മാതൃകയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയല്ലേ. ആ നിലപാട് ഈ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും പാർട്ടി സ്വീകരിക്കും. വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും LDF നടത്തും. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഉപചോദ്യം, നമുക്കറിയാം ശബരിമല വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഉണ്ടായ സമയത്ത് വിധി നടപ്പാക്കാൻ വേണ്ടി മുന്നിൽ നിന്നവരായിരുന്നു LDF. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റേണ്ടതില്ല എന്നായിരുന്നു LDFന്റെ പൊതുവായ നേതാക്കന്മാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞത്. സമീപകാലത്ത് ഈ വിഷയം വീണ്ടും സുപ്രീം കോടതി വന്ന സമയത്ത് ഒരു യു-ടേൺ അടിക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. അതായത് വിദഗ്ധന്മാരോട് മാത്രം ചോദിച്ചതിന് ശേഷം മാത്രം നടപ്പാക്കിയാൽ മതി എന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് വിശ്വാസികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ. സുപ്രീം കോടതിയാണ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടതാണോ? അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് മാത്രം ആവശ്യപ്പെട്ടതാണോ? അതിന് സ്വാഗതം ചെയ്ത ആദ്യം BJP അല്ലേ? സുപ്രീം കോടതി പറഞ്ഞൊരു കേസ് അതിൻ്റെ വിധി നടപ്പാക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യത്തിന് അമിതമായ താല്പര്യം എടുത്തിട്ടുണ്ടോ? പാർട്ടിയും ഗവൺമെന്റും രണ്ടാണ്. ഗവൺമെന്റിന് സാമാന്യ ജനവിഭാഗങ്ങളിലെ വിശ്വാസികളടക്കമുള്ളവരുടെ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനം എടുക്കാൻ കഴിയും. അതിന് പാർട്ടി തടസ്സമല്ല. ഞങ്ങളുടെ നിലപാടിൽ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. തുല്യതയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു മാറ്റം വരുത്തില്ല. പക്ഷേ ഗവൺമെന്റ് എല്ലാവരുടെ ഗവൺമെന്റുമാണ്. ആ ഗവൺമെന്റ് അതിന്റെ നിലപാട് സ്വീകരിച്ചു പോകും. അതിൽ ക്ലാരിറ്റി കുറവൊന്നുമില്ല, കൃത്യമായ രീതിയിൽ തന്നെ പോകാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ അതിന്റെ മുമ്പ് തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൗരത്വ വിഷയം വളരെ സജീവമായി നിന്ന സമയമാണ്. പൗരത്വ വിഷയം ഉണ്ടായ സമയത്ത് വളരെ ശക്തമായിട്ട് ഇടതുപക്ഷം, LDF, CPM അതിനൊപ്പം നിൽക്കുകയും പിന്നീട് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കാര്യമായ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഇപ്പോ ഈ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമി മുൻനിർത്തിക്കൊണ്ട് ഈ ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പൊതുവായി ആക്രമിക്കുന്നു എന്നാണ് UDFന്റെ ഒരു നിരീക്ഷണം. ഹിന്ദു വോട്ട് ലഭിക്കാൻ, ഭൂരിപക്ഷ വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാത്രം ഉണ്ടായില്ല ഈ കാര്യത്തിൽ പൊളിറ്റിക്കൽ. ഒരിക്കലും ഇല്ല. ഞങ്ങൾ വർഗീയതയ്ക്കെതിരായി അന്നും ഇന്നും ഒരേ നിലപാടാണ്, മതനിരപേക്ഷത നിലപാടാണ് കേരളത്തിലെ മുന്നണിയും പാർട്ടിയും സ്വീകരിച്ചിട്ടുള്ളത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി അതിശക്തമായ പ്രചാരവേല ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഈ രാജ്യത്താകമാനമുള്ള എല്ലാവരുടെയും വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നടത്തിയതാണ്. എന്തിനാ ചുരുക്കി കാണുന്നത്? ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മതം ഒരു അടിസ്ഥാന ഘടകമാക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിനെതിരായി കോൺഗ്രസും മറ്റുള്ള കോൺഗ്രസിന്റെ കൂടെയുള്ള ആളുകളും എന്തെങ്കിലും ചെയ്തോ? അതിനെ ബേസ് ചെയ്ത് SIR വന്നു. എന്താണ് UDF ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പ്രചരിപ്പിച്ചത്? പിണറായി വിജയനാണ് ഇത് കൊണ്ടുവന്നത്. അത് പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നോക്കിയത് ഞങ്ങളല്ല. 4 വോട്ടിന് വേണ്ടി വിശ്വാസികളെയും വർഗീയതയെയും ഒക്കെ കൂട്ടുപിടിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന UDF ആണ്. ഞങ്ങളുടെ നിലപാട് മതനിരപേക്ഷരുടെ നിലപാടാണ്. ഈ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും വിട്ടുവീഴ്ചയില്ലാത്ത അത്തരം ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. തീർച്ചയായും. നമുക്കറിയാം, വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ കേരളയിൽ വലിയ വിഷയമായിരുന്നു. കേരളയെ സംബന്ധിച്ച് നമ്മുടെ മണ്ഡലത്തിൽ പോലും ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. ഈ സമയത്ത് വരുന്ന സമയത്ത് ഒരു അവധാനതക്കുറവ് അതിലുണ്ടായെന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് വീടുകളുടെ അടുക്കളയിലും വരാന്തയിലും മഞ്ഞക്കുറ്റി വെക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വൈഷമ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിവേഗതയിൽ നമുക്ക് ആവശ്യമാണ്, അതിവേഗ റെയിൽ ആവശ്യം തന്നെയാണ്. ഒപ്പം തന്നെ ഈ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു ഇടതുപക്ഷത്തിന്റെ. ഗവൺമെന്റ് എന്താ ചെയ്തത്? അത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചു, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു, അതിനുള്ള പ്രവൃത്തി തുടങ്ങി. ഭൂമി അതിൻ്റെ ഒരു അലൈൻമെന്റ് നിശ്ചയിച്ചു, ഒരു കമ്പനി ഉണ്ടാക്കി. റെയിൽവേയും സംസ്ഥാന ഗവൺമെന്റും കൂടി കേരയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി. റെയിൽവേക്ക് സമാന്തരമായി പോകുന്ന ഭാഗമുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതിനുവേണ്ടി ഭൂമി എടുക്കണം. വളരെ വേഗത ആർക്കാണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഒരു റോഡ് ഒരു ദിവസം കുഴിയായി കിടന്നപ്പോൾ അനുഭവിച്ച വസ്തുത നമുക്കറിയില്ലേ? തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എത്താൻ കുറച്ച് മണിക്കൂറുകൾ മതി എന്നുള്ളത് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളുടെ ആവശ്യമാണ്. അതിനൊരു തുടക്കം കുറിച്ചു. പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്, വലിയ ശക്തമായ പ്രതിഷേധം വന്നു. നാഷണൽ ഹൈവേക്ക് വന്നില്ലേ? വയൽക്കിളികളുടെ സമരം വന്നില്ലേ? സുരേഷ് ഗോപിയും കോൺഗ്രസിന്റെ നേതാക്കളും BD സതീശനും ഒക്കെ നന്ദിഗ്രാമെന്ന് മണ്ണ് കൊണ്ടുവന്നത് നടത്തുന്നത് കാണട്ടെ എന്ന് പറഞ്ഞില്ലേ? കേരളത്തിന് കൂടാണത്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്തത് അടച്ചുപൂട്ടപ്പെട്ടു പോയ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് വീണ്ടും തുറക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ 5550 കോടി രൂപ സംസ്ഥാനത്ത് കിഫ്ബി വഴി കൊടുത്തിട്ടല്ലേ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത്?
അത് ഗുണമുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് UDF-ഉം ഈ കേരളത്തിനെ ഇപ്പോൾ എതിർക്കാൻ നിൽക്കുന്ന വികസനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന BJP-യും ആ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക? അന്ന് വയൽക്കിളികളുടെ കൂടെ നിന്നും നന്ദിഗ്രാമിൽ നിന്നും ഇത് കൊണ്ടുവന്നു, ഇത് അവസാനിപ്പിക്കാൻ പോവാണ്. ഇന്ന് ആ നന്ദിഗ്രാമിലെ മണ്ണെടുത്ത ആ പ്രദേശത്തെയൊക്കെ ആളുകൾ, നന്ദിഗ്രാമിൽ തന്നെ എങ്ങനെയാണ് ആ കലാപം ഉണ്ടായിരുന്നത് പിന്നീട് വന്നു. ഇങ്ങനെ ബോധപൂർവം ഇടതുപക്ഷമാണ് ഭരിക്കുന്നതുകൊണ്ട് വികസന പ്രവർത്തനത്തിൽ തുരങ്കം വെക്കാൻ, തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ ഇളക്കി വിടാൻ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഏത് വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ അഭിപ്രായം കൂടിച്ചു കേട്ടതിന് ശേഷമാണ്. ഭൂമി എടുത്തില്ലല്ലോ, അതിനുള്ളൊരു നടപടി ചെയ്തു എന്നുള്ളത് ശരിയാണ്. അതിനുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുമതി ലഭ്യമായതിനു ശേഷം അതുമായി മുന്നോട്ട് പോകുന്ന സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീധരൻ ഓഫീസ് തുടങ്ങി വേറൊരു സമാന്തര പദ്ധതി കൊണ്ടുവരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് ആലോചിച്ചിട്ടല്ലേ ചെയ്യണം. ആശയം മാറ്റിയല്ലോ അതിവേഗ റെയിൽ പാതയെ സംബന്ധിച്ച്. കേരളയുടെ ആശയം മാറ്റിയല്ലോ. കേരളയിൽ എന്നുള്ള ആശയം അതിവേഗതയുടെ ആശയം മാറിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഒരു മിതമായ വേഗത എന്നുള്ള ആശയം ആരും എതിർക്കുന്നില്ല. ശ്രീധരനും എതിർക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരു ആശയം വെച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതാണെന്നെങ്കിൽ അത് വരട്ടെ. നമുക്കെന്താ ആവശ്യം? ചരക്ക് ഗതാഗതത്തിനും ഈ റോഡിലുള്ള ട്രാഫിക് ഗതാഗതത്തിനും തടസ്സം ഒഴിവാക്കി സൗകര്യങ്ങൾ ഉണ്ടാകണം. അതൊന്നും ഇത് ഈ ഹൈവേയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും അതിൻ്റെ ഭാഗമല്ലേ. ജലപാത ചേറ്റുവ വരെ ഏകദേശം കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഭാഗം ഉദ്ഘാടനം ചെയ്തു. ടൂറിസം സാധ്യത ജലപാത ഉണ്ടായാൽ എത്ര വർഷക്കാലമായി കാത്തു കിടന്ന ചരക്ക് ഗതാഗതത്തിന് ഇതിൻ്റെ ഭാഗമായി കുന്നംകുളം അങ്ങാടിയിലേക്ക് പഴയകാലത്ത് വഞ്ചിയിൽ സാധനം കൊണ്ടുവന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ കേരളത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബുദ്ധിമുട്ട് വരുന്ന ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള പൊതു സമീപനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ലേ? കേരളത്തിലെ പ്രതിപക്ഷം അവിടെ പോയി വിഴിഞ്ഞത്ത് വിമോചന സമരം ഉണ്ടാക്കാൻ നോക്കിയവരല്ലേ. ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് പറയുകയും പിണറായിയുടെ കാലത്ത് അതിൻ്റെ പണി അതിവേഗത്തിൽ നടന്നപ്പോൾ അതിനെതിരായി മത്സ്യത്തൊഴിലാളികളെ ഇളക്കി വിട്ട് ഞങ്ങൾ എന്താ ചെയ്തത്? അവിടെ വെടിവെപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം വന്നപ്പോൾ ഞങ്ങളതിനെ അവധാനതയോടുകൂടി വിഴിഞ്ഞത്തിൻ്റെ ഗുണം കണ്ട് അവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിശോധിച്ച് അത് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഏത് വികസന പ്രവർത്തനം കേരളത്തിൽ നടത്തുക. ഭാവി കേരളത്തിന് ഇത് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചത്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് 2 ലക്ഷത്തോളം ഇപ്പൊ SIR-ന് ശേഷം 2 ലക്ഷത്തോളം വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട്. വോട്ടർമാർ പ്രധാനമായിട്ട് ചുരുക്കി പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഏറ്റവും പ്രധാനമായിട്ട്? കേരളത്തിൽ കുന്നംകുളത്തെ മണ്ഡലത്തിലെ വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒന്ന്, കുന്നംകുളം വളരെ പൈതൃകമുള്ള പാരമ്പര്യമുള്ള ഒരു പ്രദേശങ്ങളിലൊന്നാണ്. മതമൈത്രിയാണ്. എല്ലാ വിഭാഗം ആളുകളും കുന്നംകുളത്തുണ്ട്. എല്ലാ മതസംഘടനകളും അവരുടെ ആരാധനാലയങ്ങളും കുന്നംകുളത്തുണ്ട്. പക്ഷെ ഇത്ര സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശം കേരളത്തിൽ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള ഒരു സാംസ്കാരികമായ ഭൂമികയുള്ള പ്രദേശമാണ് കുന്നംകുളം. ആ മതസൗഹാർദ്ദം വെച്ച് മുന്നോട്ട് പോകാനും ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ലപോലെ പിന്തുണ നൽകാനും ഈ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞ വികസനത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുന്നംകുളത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 ലക്ഷത്തിലധികം വരുന്ന കുന്നംകുളത്തെ വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു തുടർഭരണം ഉണ്ടായാൽ വീണ്ടും കുന്നംകുളത്തിൻ്റെ വികസനം സാധ്യമാകും. കൂടുതൽ കാര്യങ്ങളിലേക്കും ഈ കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലും തൊഴിലുള്ള കൃഷിയുള്ള അഭിവൃദ്ധിയുള്ള പ്രദേശങ്ങളിലൊന്നായി കുന്നംകുളത്തിനെ മാറ്റാൻ നമുക്കാകും. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കണം. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ടുള്ള ഞാൻ മത്സരിക്കുന്ന 10 വർഷക്കാലത്തെ അനുഭവം വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കണം എന്നാണ് എനിക്ക് കുന്നംകുളത്തെ ബഹുമാന്യരായ വോട്ടർമാരോട് പറയാനുള്ളത്. ഏറ്റവും അവസാനം എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്, എത്ര വോട്ടുണ്ട് ക്ലീഷയിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കറിയാം കഴിഞ്ഞ തവണ പുതുയുഗ യാത്ര കുന്നംകുളത്ത് എത്തിയ സമയത്ത് VD സതീശൻ പറഞ്ഞിരുന്നു ഒരു വലിയൊരു ജനമുന്നേറ്റം UDF-ന് അനുകൂല ജനമുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞാൽ കുന്നംകുളം ഇടതുകോട്ടയെ നമുക്കറിയാം. 11 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തന്നെ വിജയിച്ചിരിക്കുന്നു. കുന്നംകുളം പോലുള്ള കോട്ട കൊത്തളങ്ങൾ തകർക്കാൻ UDF-ന് സാധിക്കും എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ ഭീഷ്മാചാര്യനായിരുന്ന കരുണാകരന്റെ മകനെ തോൽപ്പിച്ചുകൊണ്ടാണ് അങ്ങ് ഒരു ജയന്റ് കില്ലറായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരാൾക്ക് ഈ ഒരു കുന്നംകുളം അത് ഇടതുപക്ഷത്തിന്റെ കോട്ടയെ തന്നെ നിലനിൽക്കുമോ? എന്താണ് പറയാനുള്ളത്? കുന്നംകുളം ഇടതുപക്ഷത്തിന്, ഇടതുപക്ഷ മനസ്സുകൾക്ക്, ഇടതുപക്ഷ ചിന്താഗതിക്ക്, ഇടതുപക്ഷ സംസ്കാരത്തിന് മുൻതൂക്കമുള്ളൊരു മണ്ണാണ്. അങ്ങനെ വരാൻ കാരണം ഇവിടെ നടന്ന അടിസ്ഥാന വിഭാഗത്തിൻ്റെ സമരങ്ങളും പോരാട്ടങ്ങളിലൂടെയാണ് അത് രൂപപ്പെട്ടു വന്നത്. അത് അടിയുറച്ച ഒരു രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ അനുഭാവികൾ കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. ഇടതുപക്ഷം ശരി ചെയ്താൽ അതിനെ പിന്തുണയ്ക്കുന്നവരാണ് കുന്നംകുളം മണ്ഡലത്തിലെ മറ്റെല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ. ഞങ്ങൾ ജനങ്ങളെ വെല്ലുവിളിക്കാറില്ല. ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ആവശ്യങ്ങൾ കേട്ട്, അത് വടക്കാഞ്ചേരി ആയാലും കുന്നംകുളത്തായാലും ജനങ്ങളെ വെല്ലുവിളിക്കാൻ പോയി പരീക്ഷണം നടത്തുന്ന ഞങ്ങളല്ലല്ലോ. ഒരു മന്ത്രിയെ രാജിവെപ്പിച്ച് MLA രാജിവെപ്പിച്ച് മന്ത്രിയാവാൻ വേണ്ടി വന്ന പരീക്ഷണം നടത്തിയത് ഞാൻ അവരുടെ തീരുമാനത്തിനെ കുറ്റം പറയല്ല.
വെല്ലുവിളിക്കുകയല്ലേ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ, എം പിമാരായി മത്സരിച്ച ജയിച്ച ആളുകൾ എന്ത് വലിയ കോലാഹല കേരളത്തിലുണ്ടാക്കി. സ്വാമി ഒന്ന് തേങ്ങ ഉടക്കി എന്ന് പറഞ്ഞ പോലെ കാത്തിരുന്നില്ലേ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ? കാരണം ഒന്ന് പ്രഖ്യാപിക്കുകയും എന്ന് പറയുന്ന രീതിയിൽ. എന്താണ് കോൺഗ്രസ് സംഘടനയ്ക്ക്? ഇവർക്ക് ജനങ്ങളോട് വല്ല ബന്ധമുണ്ടോ? ഈ കുന്നംകുളത്തെ ബഹുമാനരായ ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ട്. ഇവിടെ അർഹതയുള്ള നിരവധി ആളുകളുണ്ടായി. അവരെ പരിഗണിച്ച കോൺഗ്രസ് നേതൃത്വം? അത് അവരുടെ ആഭ്യന്തര കാര്യമാണെങ്കിലും ജനം ഇതൊക്കെ കാണില്ലേ? ഇത് കാണുന്ന ജനങ്ങൾ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും കരുതുന്നുണ്ടോ? അപഹാസ്യമായ ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ പരിസമാപ്തിയിൽ തെരഞ്ഞെടുപ്പിലേക്ക് അവർ വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായും ജനങ്ങൾ ഇതിനെയൊക്കെ വിലയിരുത്തും. പഴയ 10 വർഷം, അതിനു മുമ്പുള്ള 5 വർഷക്കാലത്തെ അനുഭവങ്ങൾ വിലയിരുത്തും. ഞങ്ങളത് ജനങ്ങളോട് പറയുന്നുണ്ട്. ഈ ഗവൺമെൻറ് നേട്ടങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തും. 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. UDF കാലത്ത് 100 രൂപ വർദ്ധിപ്പിച്ച് കൊടുക്കാതിരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഞാൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ആ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലേക്ക് എത്തിക്കാനുള്ള 62 ലക്ഷം സ്ത്രീകളുള്ള. ഇതൊന്നും ഞങ്ങൾ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചല്ല. ഞങ്ങളൊരു പരിപാടി, പൊതുപരിപാടി തയ്യാറാക്കി, മാനിഫെസ്റ്റോ തയ്യാറാക്കി അതിൽ പറഞ്ഞ കാര്യമാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക. പെൻഷൻ കൊടുത്ത് അത് കൈക്കൂലിയാണെന്ന് ആക്ഷേപിച്ചവരാണ് അപ്പുറത്ത്. 62 ലക്ഷം ആളുകൾക്ക് കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല ഞങ്ങളുടേത്. അപ്പോൾ തീർച്ചയായും ആ ജനങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന പണം ഒരു ഘടകമാണല്ലോ. അവരുടെ കയ്യിൽ കെട്ടിയിരിക്കുകയല്ല. ഈ പണമൊക്കെ സമൂഹത്തിൽ ചലിക്കും. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ, മറ്റു സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇത് ചെല്ലും. അങ്ങനെ പുതിയ മാറ്റത്തിന് സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടെ സ്ത്രീകളും കുട്ടികളും ആശാവർക്കർമാരും അംഗൻവാടിക്കാരും തൊഴിലാളികളും ശുചിത്വ തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ നിലവാരം ഉയർന്നതായി ഉണ്ടായിട്ടില്ലേ? ആ നിലവാരം ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട്. വിദ്യാഭ്യാസ മേഖലയിൽ അത് തന്നെയാണ്. കുന്നംകുളം ഇടതുകോട്ടയെ തന്നെ തുടരും. കുന്നംകുളം ഇടതുപക്ഷത്തിന് വലിയ ജനപിന്തുണയുള്ള സ്ഥലമാണ്. ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കും. വളരെ നന്ദി. വളരെ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് സമയം അനുവദിച്ചതിലും അഭിപ്രായം പറഞ്ഞത് നിലപാട് വ്യക്തമാക്കിയതിലും. CCTV ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിൽ എന്നെ സംസാരിക്കാനും ഞങ്ങളുടെ നിലപാടുകൾ പറയാനും അവസരം ഉണ്ടാക്കി തന്നതിനും നന്ദി പറയുന്നു. പ്രേക്ഷകരോടും നന്ദി പറയുന്നു.